years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge. അങ്ങനെ അവസാനം ആ ഒരു ദിവസം വന്നെത്തി. ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. 23 വയസ്സുകാരനായ ധീരനായ ഭഗത് സിംഗ് ആണെങ്കിലും തന്റെ പിഞ്ചു കുഞ്ഞിനെ പിന്നിൽ കെട്ടി യുദ്ധം നടത്തിയ റാണി ലക്ഷ്മിഭായി ആണെങ്കിലും 27 വയസ്സുകാരനായ അഷ്ഫാഖുൽ ഖാൻ ആണെങ്കിലും ദിനരാത്രങ്ങൾ കാലാപാനി ജയിലറകളിൽ കഴിച്ചു കൂട്ടിയ സാധാരണക്കാരായ ആയിരക്കണക്കിന് ജനങ്ങളാണെങ്കിലും ഈ ഒരു ദിവസത്തിനാണ് കാത്തിരുന്നത്. Of the midnight hour, when the world sleeps, India will awake to life and freedom. ഈ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണോ കഴിഞ്ഞ 100 വർഷങ്ങളായി എണ്ണിയാൽ തീരാത്ത ഇന്ത്യൻ ജനത തങ്ങളുടെ ജീവൻ വെള്ളക്കാരുടെ മുന്നിൽ അടിയറവ് പറഞ്ഞത്? ഈ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണോ ജാലിയൻ വാലാബാഗിൽ സ്ത്രീകളും കുട്ടികളും സാധാരണക്കാരായവരും തങ്ങളുടെ ജീവൻ നൽകിയത്? ഇന്ത്യയിൽ ജീവിച്ച, ഇന്ത്യയെ സ്നേഹിച്ച ഒരാളും ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യമായിരുന്നില്ല വാസ്തവത്തിൽ ഇത്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം നീണ്ട ബലിദാനങ്ങൾക്കൊടുവിൽ 200 വർഷത്തെ നീണ്ട പോരാട്ടത്തിന് ശേഷം നാം വെള്ളക്കാരെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. ഇനി മുതൽ നമ്മുടെ ജന്മഭൂമി നമ്മുടേത് മാത്രമാണ്. നാം പൂർണ്ണമായും സ്വതന്ത്രരായിരിക്കുന്നു. എന്നാൽ ഇത് വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു ഈ സാധാരണ ജനങ്ങളുടെ. ഒരിക്കലും മുറികൂടാത്ത ഒരു വളരെ വലിയ വ്രണമായിരുന്നു ഇനി ഇവരെ പിന്തുടരാൻ പോകുന്നത്. സ്വന്തം ചോര പോലും ശത്രുവായ ആ ഒരു നിമിഷം. को मेरी माँ को मेरे सामने तलवार मार के टक्कर के उसको पैदा की, फिर मेरे भाई को, मेरे ब्रदर को, उसको भी ऐसे काट के फेंका. अभी भी मैं याद करती हूँ, मेरी रूह कांप जाती है. साढ़े वास्ते एक नवी गल सी कि सदियां तो असीं उत्थे लोग रह रहे सन कि होया कि നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നാൽ നമ്മുടെ ജന്മഭൂമി പലതായി വിഭജിക്കപ്പെട്ടു. ആരും പ്രതീക്ഷിക്കാതെ ജനുവരി 3, 1947 ഒരു പ്രഖ്യാപനം നടക്കുന്നു. And the only alternative to coercion is partition. അന്ന് വരെ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം എന്നേക്കുമായി നിലയ്ക്കാൻ പോകുന്നു. തങ്ങളുടെ ജന്മഭൂമി ഇനി ബോർഡറുകൾക്കപ്പുറവും ഇപ്പുറവുമായി അവശേഷിക്കും. ഒരു വശത്ത് നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, മറുവശത്ത് ഇസ്ലാമാബാദിൽ ജിന്ന സ്വതന്ത്ര പാകിസ്ഥാന്റെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടത്തുന്നു. എന്നാൽ ഇതിന്റെ എല്ലാം ഇടയിൽ സാധാരണക്കാരായ ജനങ്ങൾ പട്ടിണി കൊണ്ടും പരിവട്ടം കൊണ്ടും ഉടുക്കാൻ തുണി പോലുമില്ലാതെ വലയുന്ന ആ ഒരു നിമിഷം. എന്തായിരുന്നു ഈ പാവപ്പെട്ട ജനങ്ങൾ ചെയ്ത തെറ്റ്? സ്വതന്ത്രമായ ഒരു രാജ്യം ആഗ്രഹിച്ചതോ? പൊലിഞ്ഞു പോയ ആ ജീവനുകൾക്ക് ആരുത്തരം നൽകും? सबको मार दिया. उस पूरे ट्रेन के डिब्बे में एक लड़की बची. वो मेरी ताई जी की भांजी थी. वो भी लाशों के ढेर में गिर गई. ആരായിരുന്നു ഈ ഒരു പാർട്ടീഷന് പിന്നിൽ? എന്ത് തെറ്റായിരുന്നു ആ 15 ലക്ഷം ജനങ്ങളുടേത്? സ്വതന്ത്രമായ ഒരു രാജ്യം ആഗ്രഹിച്ചതോ? വാസ്തവത്തിൽ ഈ ഒരു വിഭജനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് സാധാരണക്കാരുടെ സന്തോഷങ്ങൾ എന്നേക്കുമായി ഇല്ലാതായി. ഇന്നത്തെ നമ്മുടെ യാത്ര 78 വർഷങ്ങൾക്ക് മുൻപുള്ള ഇന്ത്യയിലേക്കാണ്. എങ്ങനെയാണ് ഈ ഒരു രാജ്യം വിഭജിക്കപ്പെട്ടത്? ദ ബ്രൂട്ടൽ സ്റ്റോറി ഓഫ് പാർട്ടീഷൻ. അറബ് നേഷൻസും ഇന്ത്യൻ സബ് കോണ്ടിനെന്റും വ്യാപകമായ രീതിയിൽ നൂറ്റാണ്ടുകളോളം ട്രേഡ് നടത്തിയിരുന്നു. 610 AD അറബ് നേഷൻസിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നിരുന്ന മെർച്ചൻസ് സ്ലോലി ഇസ്ലാം അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഇവർ മലബാർ കോസ്റ്റിൽ ആദ്യമായി എത്തിച്ചേർന്നു. കേരള ടൂറിസം വെബ്സൈറ്റിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഇവിടേക്ക് അവർ എത്തിച്ചേരുന്നത് 628 AD മാപ്പിളാസ് ആണ് ആദ്യമായി കേരളത്തിൽ ഇസ്ലാം അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇതിനെ തുടർന്ന് കൊടുങ്ങല്ലൂരിൽ ഇവർ ഒരു മോസ്ക് കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇതിനെ ചേരമാൻ ജുമാ മസ്ജിദ് എന്നാണ് നാം ഇന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ സൗത്ത് പാർട്ടിൽ ഇസ്ലാം സ്പ്രെഡ് ആയത് ട്രേഡേഴ്സ് വഴിയാണ്. എന്നാൽ നോർത്തിലോ 712 AD ഈ ഒരു ടൈമിൽ അക്കോർഡിംഗ് ടു ദ ബുക്ക് ഓഫ് ചച്നാമ ശ്രീലങ്കയിൽ നിന്നും കുറച്ച് കപ്പൽ അറബിലേക്ക് പോകുന്ന സമയത്ത്
കറാച്ചിയുടെ തൊട്ടടുത്തുള്ള പ്രദേശത്തായി ഈ കപ്പലുകളെല്ലാം കൊള്ളയടിക്കപ്പെടുന്നു. കപ്പലിൽ ഉണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും കിഡ്നാപ്പ് ചെയ്യുന്നു. ഈ ഒരു കിഡ്നാപ്പിംഗിൽ നിന്നും ഒരു സ്ത്രീ രക്ഷപ്പെടുന്നു. അന്നത്തെ ഉമയ്യദ് ഡൈനാസ്റ്റിയുടെ ഗവർണർ ആയിരുന്ന ഹജാസിന് ഈ ഒരു സ്ത്രീ ഒരു കത്തെഴുതുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? അതായിരുന്നു ആ ഒരു കത്തിലെ കണ്ടന്റ്. അന്ന് സിന്ധ് ഭരിച്ചിരുന്നത് ദഹീർ ആയിരുന്നു. ഹജാസ് അങ്ങനെ ദഹീറിന് ഒരു ലെറ്റർ എഴുതുന്നു. അതിലെ കണ്ടന്റ് ഇങ്ങനെയായിരുന്നു: കൊള്ളയടിച്ച കപ്പലുകളെ വിട്ടയക്കുക. എന്നാൽ ദഹീറിന്റെ മറുപടി മറ്റൊന്നായിരുന്നു. ഈ ഒരു പ്രദേശത്തിലെ പൈററ്റ്സിൽ തനിക്ക് യാതൊരുവിധ കൺട്രോളുമില്ല. ഈ ഒരു ലെറ്റർ ഹജാസിന് കിട്ടുമ്പോൾ അദ്ദേഹം ദേഷ്യത്തിൽ ഒരു പടയെ തന്നെ സിന്ധിലേക്ക് ഇൻവേഡ് ചെയ്യാൻ അയക്കുന്നു. ഉബൈദുള്ളയായിരുന്നു ഈ ഒരു ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ്. പക്ഷേ ഈ ഒരു ആർമി തോറ്റുപോകുന്നു. രണ്ടാമത് വീണ്ടും അദ്ദേഹം ഒരു ആർമി അയക്കുന്നു. ഇതിലെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു ബുദൈ. എന്നാൽ ഇദ്ദേഹവും വളരെ പെട്ടെന്ന് തന്നെ പരാജയപ്പെടുന്നു. എന്നാൽ വീണ്ടും ഇദ്ദേഹം മറ്റൊരു ആർമി അയക്കുന്നു. മൂന്നാം തവണ വന്ന ഈ ഒരു ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ് 17 വയസ്സുകാരനായ മുഹമ്മദ് ബിൻ ഖാസിം ആയിരുന്നു. ഇത്തവണ ഇവർ സക്സസ്ഫുള്ളി സിന്ധിനെ ക്യാപ്ചർ ചെയ്യുന്നു. അങ്ങനെ ഇസ്ലാം ആദ്യമായി ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് പാർട്ടിൽ എത്തിച്ചേരുന്നു. ജിന്ന പാകിസ്ഥാൻ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു കാര്യത്തെ അദ്ദേഹം അണ്ടർലൈൻ ചെയ്ത് പറയുന്നു. അന്ന് തന്നെ പാകിസ്ഥാൻ രൂപപ്പെട്ടതാണ്. കൂടാതെ ഈ ഒരു ഇവന്റ് ദ ഗേറ്റ് വേ ഓഫ് ഇസ്ലാം എന്നും വിളിക്കപ്പെടുന്നു. ഇന്ന് പാകിസ്ഥാനി ടെക്സ്റ്റുകളിൽ നിങ്ങൾ മുഹമ്മദ് ഖാസിമിനെ നോക്കിയാൽ ഫസ്റ്റ് പേഴ്സൺ ഓഫ് പാകിസ്ഥാൻ എന്നാണ് അദ്ദേഹത്തെ ഡിനോട്ട് ചെയ്യുന്നത്. അടുത്ത 200 വർഷ കാലഘട്ടത്തിലേക്ക് സിന്ധ് ഉമയ്യദ് ഡൈനാസ്റ്റിയുടെയും അബ്ബാസിദ് ഡൈനാസ്റ്റിയുടെയും കീഴിലായിരുന്നു. ഇവർ സിന്ധ് കടന്ന് ഹിന്ദുസ്ഥാനിന്റെ ഉള്ളിലേക്ക് പിന്നെയും ഇൻവേഷൻ നടത്താൻ പല ശ്രമങ്ങളും നടത്തിയിരുന്നു. എന്നാൽ ഈ ശ്രമങ്ങളൊന്നും തന്നെ സക്സസ്ഫുൾ ആയിരുന്നില്ല. എന്നാൽ പിന്നീട് വർഷം 1000 AD എത്തുന്നു. അങ്ങനെ സൗത്ത് ഏഷ്യയുടെ മുഴുവൻ കൺട്രോളും അറബ്സിന്റെ കയ്യിൽ നിന്ന് തുർക്കീസിന്റെ കയ്യിലേക്ക് എത്തുന്നു. അങ്ങനെ ഗസ്നവിദ് ഡൈനാസ്റ്റി ഇമർജ് ആകുന്നു. 1001 AD. ഇവിടെയാണ് മുഹമ്മദ് ഗസ്നിയുടെ എൻട്രി. ഇദ്ദേഹം പഞ്ചാബിനെ ക്യാപ്ചർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഹിന്ദുഷാഹിയെ ഇദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നു. അന്നത്തെ അവിടുത്തെ രാജാവിന്റെ പേരായിരുന്നു രാജാ ജയ്പാൽ. ഇവർ തമ്മിൽ വളരെ വലിയ തോതിലുള്ള യുദ്ധം പേഷാവറിൽ നടക്കുന്നു. ദ ബാറ്റിൽ ഓഫ് പേഷാവർ. ഗസ്നി ഈ ഒരു യുദ്ധത്തിൽ വിജയിക്കുന്നു. അങ്ങനെ ആദ്യത്തെ മുസ്ലിം റൂളർ ഇന്ത്യയിൽ കാലെടുത്തു വെക്കുന്നു. അങ്ങനെ 1186 ഇന്നത്തെ കറണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഘോർ റീജിയനിൽ മറ്റൊരു ഡൈനാസ്റ്റിയും വളരെ പതിയെ ഇമർജായി വന്നു. ഈ ഡൈനാസ്റ്റിയെ ഇന്ന് നാം ചരിത്രത്തിൽ ഗോറിഡ് ഡൈനാസ്റ്റി എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു ഡൈനാസ്റ്റിയിലെ പ്രൊമിനന്റ് ലീഡറിനെ ഇന്ന് നാം മുഹമ്മദ് ഗോറി എന്നാണ് വിളിക്കുന്നത്. 1186 മുഹമ്മദ് ഗോറി ഗസ്നവിദ് സുൽത്താനായ ഖുസ്രു മലിക്കിനെ പുറത്താക്കുന്നു. ഈ ഒരു സമയത്ത് തന്നെയാണ് ഖൊറസ്മിയൻ എംപയർ വളരെ വേഗത്തിൽ വളർച്ച പ്രാപിച്ചത്. ഇനി ഗുറിദ്സിന് സർവൈവ് ചെയ്യാൻ അവർ ഡിഫറന്റ് ആയി മറ്റെന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഗോറി ഹിന്ദ് റീജിയനിലേക്ക് തന്റെ എക്സ്പാൻഷൻ ആരംഭിക്കുന്നു. അങ്ങനെ ഗോറിയുടെ സൈന്യം ബത്തിന്ദ റീജിയൻ ക്യാപ്ചർ ചെയ്യുന്നു. എന്നാൽ ഈ ഒരു റീജിയൻ പൃഥ്വിരാജ് ചൗഹാന്റെ കീഴിലായിരുന്നു. അദ്ദേഹം ഇവർക്കെതിരായി യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ആർമി ടെറൈനിൽ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ ഉണ്ടാവുകയും മുഹമ്മദ് ഗോറി തോറ്റുപോവുകയും ചെയ്യുന്നു. എന്നാൽ ചൗഹാൻ ഇവിടെ വളരെ വലിയൊരു തെറ്റ് ചെയ്തു. ഈ ഒരു യുദ്ധത്തിൽ ഗോറിയെ അദ്ദേഹം കൊല്ലുന്നില്ല. എക്സാക്ട് 1 വർഷങ്ങൾക്ക് ശേഷം ഗോറി വീണ്ടും തിരിച്ചെത്തുന്നു. ഇതേ സ്ഥലത്ത് തന്നെ സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ ഉണ്ടാവുകയും മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് 1206 മുഹമ്മദ് ഗോറി മരണപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അടിമകൾ ചേർന്ന് ഡൽഹി സൽത്തനേറ്റ് എന്ന പുതിയൊരു ഡൈനാസ്റ്റി ഇന്ത്യയിൽ ഫോം ചെയ്യുന്നു. 1526 വരെ ഇവർ ഇന്ത്യ മുഴുവനായി ഭരിക്കുന്നു. തുഗ്ലക് ഡൈനാസ്റ്റിയുടെ കാലത്ത് ഇവർ ഈ ഒരു മുഴുവൻ ഭാഗവും ഇന്ത്യയുടെ തങ്ങളുടെ കീഴിലാക്കി. പിന്നീട് 1526 ബാബർ ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇദ്ദേഹം ഒരു തുർക്കി പ്രിൻസ് ആയിരുന്നു. തന്റെ 11,000 വരുന്ന ആർമിയുമായി ഇദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നു. അന്നത്തെ സുൽത്താനായിരുന്ന ഇബ്രാഹിം ലൂദിയുമായി ഇദ്ദേഹം ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടത്തുന്നു. ഇബ്രാഹിം ലൂദിയുടെ കയ്യിൽ 1,00,000-ലും ആർമിയായിരുന്നു അന്നുണ്ടായിരുന്നത്. യുദ്ധത്തിൽ ബാബർ വിജയിക്കുകയും 50,000-ലധികം വരുന്ന ലോധിയുടെ സൈന്യത്തെ കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ എസ്റ്റാബ്ലിഷ് ആവുകയാണ് മുഗൾ ഡൈനാസ്റ്റി. ഈ ഇസ്ലാമിക് ഡൈനാസ്റ്റികൾ 1000 വർഷത്തോളം ഇന്ത്യ ഭരിച്ചു. ഈ ഒരു മാറ്റം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഇസ്ലാം ഐഡിയോളജി വളരെ വേഗത്തിൽ തന്നെ സ്പ്രെഡ് ചെയ്തു. നിങ്ങൾക്കിന്ന് മറ്റ് ഇസ്ലാമിക് സ്റ്റേറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഹിന്ദു ഐഡിയോളജിയുമായി യോജിച്ചു പോകുന്ന പല റിച്വൽസും നിങ്ങൾക്കിവരിൽ കാണുവാൻ കഴിയും. ഈവൻ ഈ റിച്വൽസ് പുറത്തുള്ള മറ്റ് ഇസ്ലാമിക് സ്റ്റേറ്റുകളിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇന്ന് നിങ്ങൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും കാണുന്നവരിൽ പലരും, അതായത് മജോറിറ്റിയും നോൺ മുസ്ലിംസ് ആയിരുന്നു. വ്യത്യസ്ത കാരണങ്ങളാൽ അവർ ഇസ്ലാം അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ ഒരു കാര്യത്തെപ്പറ്റി 2 തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഗ്രൂപ്പ് 1ന്റെ അഭിപ്രായത്തിൽ 1000 വർഷ കാലഘട്ടത്തോളം ഇസ്ലാം ഇന്ത്യയിലുണ്ടായിരുന്നു. അങ്ങനെ പതിയെ ഈ ഒരു റിലീജിയൻ ആളുകളെ അട്രാക്ട് ചെയ്തു. കൂടാതെ സൂഫി സയൻസ് ഇസ്ലാം വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്തു.
ഇതിനു പുറമെ ദർബാറിൽ വളരെ ഉയർന്ന ജോലി കിട്ടുവാൻ പലരും ഇസ്ലാമിലേക്ക് പരിവർത്തനം നടത്തി. ഇന്ത്യയിൽ നിലനിന്നിരുന്ന കാസ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഇതിനു പുറമെ യുദ്ധത്തിൽ തോറ്റ പലരും ജീവൻ രക്ഷിക്കാനും ഇസ്ലാമിലേക്ക് കൺവേർട്ടായി. ഇങ്ങനെയാണ് ഒന്നാമത്തെ ഗ്രൂപ്പ് അഭിപ്രായപ്പെടുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പലരെയും ഫോഴ്സ്ഫുള്ളിയാണ് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തത്. ഇത് പൂർണ്ണമായും തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. കാരണം അന്നുണ്ടായിരുന്ന റൂളേഴ്സ് തങ്ങളുടെ റിലീജിയൻ ഫോഴ്സ്ഫുള്ളി മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിച്ചിരുന്നു. എന്നാൽ ഈ ഒരു ഫോഴ്സ്ഫുൾ കൺവേർഷൻ എല്ലാ ഡൈനാസ്റ്റികളുടെ കാലത്തും ഉണ്ടായിരുന്നതാണ്. നിങ്ങൾ തന്നെ ഒരു കാര്യം ചിന്തിക്കുക, 1000 വർഷത്തോളമായിരുന്നു ഇസ്ലാം ഡൈനാസ്റ്റീസ് ഇവിടെ ഉണ്ടായിരുന്നത്. അവർ ഫോഴ്സ്ഫുൾ കൺവേർഷൻ ആയിരുന്നു നടത്തിയിരുന്നതെങ്കിൽ 1000 വർഷം പോയിട്ട് 100 വർഷം പോലും അവർക്ക് റൂൾ ചെയ്യാൻ കഴിയുകയുണ്ടായിരുന്നില്ല. എന്നാൽ ഫാക്ട് ഇതാണ്, 1872 ആദ്യത്തെ ഇന്ത്യൻ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ മുസ്ലിം പോപ്പുലേഷൻ എന്നത് 21.45% ആയിരുന്നു. 2 പോയിന്റ് ഓഫ് വ്യൂ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഏതാണോ നിങ്ങളുടെ കോമൺ സെൻസിന് വിശ്വസനീയമായി തോന്നുന്നത് അത് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഈ ഒരു വീഡിയോയുടെ കൺക്ലൂഷൻ എന്താണ്? അതുവരെ ഒന്നായി ജീവിച്ച ഹിന്ദുവും ഇസ്ലാമും പിന്നീട് എങ്ങനെ ശത്രുക്കളായി? 1000 വർഷ കാലഘട്ടം ഇവർ ഒരുമിച്ചായിരുന്നല്ലോ. പിന്നെ സ്വന്തം ജന്മഭൂമിയിൽ ഇവർ രക്തക്കളം എന്തിനുണ്ടാക്കി? ആരായിരുന്നു ഈ ഒരു രാജ്യത്തെ രണ്ടായി തിരിച്ചത്? ആരാണ് ഇവരെ ഡിവൈഡ് ചെയ്ത് ഈ ഒരു രാജ്യം റൂൾ ചെയ്തത്? വർഷം 1608. ആദ്യമായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഷിപ്പ് സൂറത്തിൽ വന്നെത്തുന്നു. സ്പൈസസിന്റെ ട്രേഡ് നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ ഇവിടെ എത്തിയത്. പിന്നീട് അവർക്ക് മനസ്സിലാകുന്നു ഈ രാജ്യം വളരെ സമ്പന്നമാണ്. കൂടാതെ അന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന മുഗൾ റൂളേഴ്സ് വളരെയധികം വീക്കായിരിക്കുന്നു. ആഭ്യന്തര കലാപങ്ങൾ ഈ രാജ്യത്തിലുണ്ടാകുന്നു. ഈ ഒരു കാരണം ഹാഫ് ഓഫ് ദി 18th സെഞ്ചുറിയോടെ ഇന്ത്യയെ അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നു. എങ്ങനെയാണോ ടർക്കിഷ് റൂളേഴ്സ് തങ്ങളുടെ ആശയങ്ങൾ ഇന്ത്യയിൽ ഹിന്ദു കമ്മ്യൂണിറ്റിയിലും മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ളവരിലേക്കും സ്പ്രെഡ് ചെയ്തത്, അതുപോലെ തന്നെ ഇവരും തങ്ങളുടെ ആശയങ്ങളും എഡ്യൂക്കേഷനും ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നു. 1835 ലോർഡ് മക്കൗലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് കൊണ്ടുവരുന്നു. അറബിക് ആൻഡ് സാൻസ്ക്രിറ്റ് ഭാഷകളെ അദ്ദേഹം വളരെയധികം പരിഹസിക്കുന്നു. സ്കിന്നുകൊണ്ട് മാത്രം ഇന്ത്യക്കാർ, ചിന്തയിലും പ്രവൃത്തിയിലുമെല്ലാം ഇംഗ്ലീഷുകാരെ പോലെയുള്ള ഒരു ജനതയെ വാർത്തെടുക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇനിയാണ് കഥയിൽ വളരെ വലിയ മാറ്റം വരുന്നത്. ഈ 2 കമ്മ്യൂണിറ്റിയിലുള്ള ജനങ്ങളും, ഹിന്ദുയിസം ഫോളോ ചെയ്യുന്നവരും ഇസ്ലാം ഫോളോ ചെയ്യുന്നവരും, ഇവരെങ്ങനെയാണ് ഈ ഒരു മാറ്റത്തെ അക്സെപ്റ്റ് ചെയ്തത്? ഹിന്ദുയിസം ഫോളോ ചെയ്യുന്നവർ ഈ ഒരു മാറ്റത്തെ വളരെ പെട്ടെന്ന് തന്നെ അഡോപ്റ്റ് ചെയ്തു. എങ്ങനെയാണോ ടർക്കിഷ് റൂളേഴ്സിനെ അവർ അക്സെപ്റ്റ് ചെയ്തത്, അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരെയും അവർ അക്സെപ്റ്റ് ചെയ്തു. എന്നാൽ ഇസ്ലാം ഫോളോ ചെയ്യുന്ന ആളുകളുടെ കാര്യം വ്യത്യസ്തമായിരുന്നു. ഇംഗ്ലീഷുകാർ വന്നതോടുകൂടി അവരുടെ കയ്യിൽ നിന്നും ഇന്ത്യയിലെ ഭരണം നഷ്ടമായി. ഈ ഒരു കാര്യം ഇംഗ്ലീഷുകാർക്കെതിരെ വളരെ വലിയ തോതിലുള്ള വെറുപ്പ് ഇവരിലുണ്ടാക്കി. ഇംഗ്ലീഷ് ഭാഷ പഠിക്കാത്തതുകൊണ്ടും അവരുടെ സംസ്കാരം അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവരുടെ കമ്മ്യൂണിറ്റി വളരെ പിന്നിലേക്ക് പോയി. ഗവൺമെന്റ് ഓഫീസുകളിൽ ഇവർക്ക് ജോലി കിട്ടിയിരുന്നില്ല. കൂടാതെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ വളരെ പതിയെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ തനിനിറം കാട്ടിത്തുടങ്ങി. 1857 ബ്രിട്ടീഷുകാർ ഇവിടെയുണ്ടായിരുന്ന രാജാക്കന്മാരുടെ സ്ഥലങ്ങൾ കയ്യേറി തുടങ്ങി. സതി നിർത്തലാക്കുകയും വിഡോ റീമാരേജ് ആക്ട് കൊണ്ടുവരികയും ചെയ്തു. ഇത് ഇവർക്കെതിരായ വളരെ വലിയ തോതിലുള്ള വെറുപ്പ് എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ജനങ്ങളിലും ഉണ്ടാക്കി. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ജനങ്ങളും ഒരുമിച്ച് ചേർന്ന് 1857 ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ശിപ്പായി ലഹള ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തുന്നു. ഈ ഒരു കലാപത്തിൽ 15% ബ്രിട്ടീഷേഴ്സും മരണപ്പെടുന്നു, അല്ലെങ്കിൽ അവരെ വധിക്കുന്നു. ഈ 2 കമ്മ്യൂണിറ്റിയിലുള്ള ജനങ്ങളും തമ്മിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ബഹദൂർ ഷാ സെക്കൻഡിനെയാണ് ഇവർ 2 പേരും ചേർന്ന് തങ്ങളുടെ നേതാവായി സെലക്ട് ചെയ്തത്. ഈ ഒരു റിവോൾട്ടിന്റെ അവസാനമായി ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം മനസ്സിലായി: ഇസ്ലാമിക് കമ്മ്യൂണിറ്റി ഇവരുടെ ശത്രുക്കളാണ്. ഇന്നും ഈ രാജ്യത്ത് ഏകത്വമുണ്ട്, അതിനെ വേണം ആദ്യം തകർക്കാൻ. പിന്നീട് ഈ രാജ്യത്തെ ഏകത്വം നശിപ്പിക്കാനായി അവർ പല പോളിസീസും കൊണ്ടുവരുന്നു. എന്നാൽ ഈ ഒരു സമയത്താണ് മറ്റൊരു വ്യക്തിയുടെ കടന്നുവരവ്. ഇദ്ദേഹത്തിന്റെ ഫാദർ ഉൾപ്പെടെ മുഗൾ ദർബാറിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. മുഗൾസിന്റെ തകർച്ച കണ്ടതോടെ തന്നെ ഇദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ഫേവറിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇദ്ദേഹത്തിന്റെ പേരായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഈ ഒരു സമയത്ത് തന്നെയാണ് ഇദ്ദേഹം തന്റെ ദി കോസസ് ഓഫ് ദി ഇന്ത്യൻ റിവോൾട്ട് എന്ന തന്റെ പാംഫ്ലെറ്റ് എഴുതുന്നു. ഇതിൽ മുസ്ലിംസ് അല്ല ഈ ഒരു റിവോൾട്ടിന് കാരണം, മറിച്ച് ബ്രിട്ടീഷുകാരുടെ പോളിസീസ് ആണെന്ന് അദ്ദേഹം പറയുന്നു. ഇസ്ലാമിക് കമ്മ്യൂണിറ്റി ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെയും കൾച്ചറിനെയും അക്സെപ്റ്റ് ചെയ്യണം. കൂടാതെ തങ്ങൾ ഒരിക്കലും ബ്രിട്ടീഷുകാരുടെ ശത്രുക്കളല്ല,
തങ്ങൾ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പാണ് ഇവരുമായി ആഗ്രഹിക്കുന്നത്. ഇതിനു പുറമെ ഹിന്ദുക്കളുമായി തങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. ഒരു തവണ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിവ. Both Hindu and Muslims with the same eyes and consider them as my own eyes. We Hindus and Muslims live together under the same soil and under the same government. Our interests and problems are common, and therefore I consider the two factions as one nation. എന്നാൽ അദ്ദേഹത്തിന്റെ ഇതേ വാക്കുകളെ തന്നെ കുറച്ചു നാളുകൾക്ക് ശേഷം അദ്ദേഹം മാറ്റി പറയാൻ പോവുകയായിരുന്നു. എന്നാൽ എന്തുകൊണ്ട്? വർഷം 1872 ബ്രിട്ടീഷ് ഇന്ത്യ ആദ്യമായി തങ്ങളുടെ സെൻസസ് പുറത്തുവിടുന്നു. അന്ന് ഇന്ത്യയിൽ ഹിന്ദുയിസം ഫോളോ ചെയ്യുന്ന 73% ആളുകളും ഇസ്ലാം ഫോളോ ചെയ്യുന്ന 21% ആളുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. എങ്ങനെയാണ് ഇൻസെക്യൂരിറ്റി ഹെയ്റ്റിലേക്ക് മാറുന്നത് എന്ന് നമുക്ക് നോക്കാം. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു കാര്യം മനസ്സിലായി. തങ്ങളുടെ പോപ്പുലേഷൻ 1/3 പോലുമില്ല. കൂടാതെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഓൾറെഡി തങ്ങൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലിയില്ല. ഇതേ കാഴ്ചപ്പാട് തന്നെയായിരുന്നു ഹിന്ദുക്കളുടെയും. മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ കൂടി വരുന്നു. സത്യത്തിൽ ഇന്ത്യൻ ജനത ബ്രിട്ടീഷുകാർ വിരിച്ച ആ ഒരു വലയിൽ വീണു. എന്നാൽ ഒരു കാര്യം സത്യമായിരുന്നു. അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മജോറിറ്റി ആളുകളുടെ ആൻസിസ്റ്റേഴ്സും ഹിന്ദുക്കളായിരുന്നു. വർഷമെത്തുന്നു 1875. ഹിന്ദുക്കളുടെ വെസ്റ്റേണൈസേഷനെതിരെയായും ഇസ്ലാമിനെതിരെയായും ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആര്യ സമാജം രൂപപ്പെടുന്നു. ഇവരുടെ അഭിപ്രായത്തിൽ ഇസ്ലാം എന്ന ഈ ഒരു റിലീജിയന് യാതൊരു വിധത്തിലുമുള്ള സോളിഡ് ഫൗണ്ടേഷൻ ഇല്ല. ഇതുപോലെ ഒരു റിലീജിയൻ എക്സിസ്റ്റ് ചെയ്യാനേ പാടില്ല. ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇസ്ലാം മതവിശ്വാസികളെ ഖനിക്കുന്ന രീതിയിലായിരുന്നു. അതായത് അവരുടെ വിശ്വാസങ്ങളെ ഇവർ പൂർണ്ണമായും സപ്രസ് ചെയ്യുന്ന രീതി. മറ്റു റിലീജിയനുകളെ ഫോളോ ചെയ്തിരുന്ന ആളുകളെ ഇവർ ഹിന്ദുയിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങി. ഇത് ഓൾറെഡി ഒരു ഇൻസെക്യൂരിറ്റി ഇസ്ലാംസിൽ ഉണ്ടായിരുന്നതിനെ വളരെയധികം കൂട്ടി. തങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഇല്ല, പോപ്പുലേഷൻ കുറവാണ്. ഇതിനു പുറമെ ഭാഷാപരമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളും അന്ന് രാജ്യത്ത് വളരെ കൂടുതലായിരുന്നു. ഉറുദു എന്ന ഭാഷയെ സപ്രസ് ചെയ്യാൻ അവർ പരമാവധി ശ്രമിച്ചു. ഈ സംഭവങ്ങളെല്ലാം മുസ്ലിംസിന്റെ ഉള്ളിൽ വളരെ വലിയ തോതിലുള്ള പേടി ജനിപ്പിച്ചു. തങ്ങളുടെ റിലീജിയനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നത്. ഇതിനെതിരായി പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വർഷം 1885 എത്തുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും റെപ്രസെന്റേഷൻ, ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ച പാർട്ടി. എന്നാൽ ഈ ഒരു പാർട്ടിയിലും മെജോറിറ്റിയിൽ ഹിന്ദുക്കളായിരുന്നു. ഇത് ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയുടെ ഇൻസെക്യൂരിറ്റീസ് വീണ്ടും കൂട്ടി. അങ്ങനെ 1888 സർ സയ്യദ് അഹമ്മദ് ഖാൻ മീററ്റിൽ ഒരു സ്പീച്ച് നടത്തുന്നു. This, that some Hindus, I do not speak of all the Hindus but only of some, think that by joining the Congress and by increasing the power of the Hindus, they will perhaps be able to suppress those Mohammedan religious rites which are opposed to their own, and by all uniting, annihilate them. Now, suppose that all English and the whole English army were to leave India, taking with them all their cannon and their splendid weapons and everything. Then who would be rulers of India? Is it possible that under these circumstances, two nations, the Mohammedans and the Hindus, could sit on the same throne and remain equal in power? Most certainly not. It is necessary that one of them should conquer the other and thrust it down. To hope that both could remain equal is to desire the impossible and the inconceivable. പിന്നീട് ഈ ഒരു സ്പീച്ചിനെ മുൻനിർത്തിയാണ് പാകിസ്ഥാൻ എന്ന പുതിയ രാഷ്ട്രത്തിന്റെ ബേസ് രൂപപ്പെടുന്നത്. ഈ ഒരു സമയത്ത് തന്നെ ലക്നൌവിൽ ഇദ്ദേഹം നടത്തിയ മറ്റൊരു സ്പീച്ചിനെ പറ്റി പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ഒരു സമയത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു ഡിമാൻഡ് ഉണ്ടാവുകയാണ്. വൈസ്രോയ് കൌൺസിലിലേക്ക് സാധാരണ ആളുകളിൽ നിന്നും കുറച്ചുപേരെ സെലക്ട് ചെയ്യണം. Mathematics that there will be 4 votes for the Hindu to every 1 vote for the Mohammedan. And now, how can the Mohammedan guard his interests? It would be like a game of dice in which one man had 4 dice and the other only one. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരിക്കലും ഒരു നാഷണലിസ്റ്റ് പാർട്ടിയായിട്ടല്ല അദ്ദേഹം കണ്ടത്, മറിച്ച് ഹിന്ദു പാർട്ടിയായാണ്. അങ്ങനെ 1898 ഇദ്ദേഹം മരണപ്പെടുന്നു. 1863 മുതൽ ഇദ്ദേഹത്തിന്റെ മരണം വരെ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യാനായി തനിക്ക് കഴിയുന്ന അത്ര ഇദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ കാണുന്ന അലിഗഡ് യൂണിവേഴ്സിറ്റി ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനാണ്. അങ്ങനെ 19ാം നൂറ്റാണ്ട് അവസാനിച്ച് 20ാം നൂറ്റാണ്ട് ആരംഭിക്കുന്നു. 20ാം നൂറ്റാണ്ടോടുകൂടി ബംഗാൾ എന്ന ഈ ഒരു പ്രദേശം നാഷണലിസ്റ്റ് ഹബ്ബായി മാറുകയാണ്. ഇത് ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വാർത്തയായിരുന്നില്ല. ഈ ഒരു നാഷണലിസത്തെ തകർക്കുക എന്നതായിരുന്നു അവരുടെ അടുത്ത ലക്ഷ്യം. ദ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി, അതായത് ഇരുപക്ഷത്തെയും തമ്മിലടിപ്പിച്ച് ഇവർ നടുക്ക് നിന്ന് ഇവരുടെ കാര്യങ്ങൾ നടത്തിയെടുത്തു. ഇനിയാണ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ യഥാർത്ഥ ചാപ്റ്റർ എത്തിച്ചേരുന്നത്. വർഷമെത്തുകയാണ് 1903. പെട്ടെന്ന് തന്നെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവുകയാണ്. ബംഗാൾ എന്ന ഈ ഒരു പ്രദേശത്തെ 2ആയി വിഭജിക്കും.
വെസ്റ്റിൽ മജോറിറ്റി ഹിന്ദുക്കളായിരിക്കും, ഈസ്റ്റിൽ മജോറിറ്റി ഇസ്ലാം ആയിരിക്കും. എന്നാൽ ബ്രിട്ടീഷേഴ്സിന്റെ അനുമാനങ്ങൾക്കെല്ലാം വിരുദ്ധമായി ഈ രണ്ട് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളും ഈ ഒരു പാർട്ടീഷനെ ശക്തമായി എതിർക്കുന്നു. അങ്ങനെ 1904 ഫെബ്രുവരിയിൽ വൈസ്രോയി ഓഫ് ഇന്ത്യ ലോർഡ് കർസൺ ഈസ്റ്റ് ബംഗാളിൽ എത്തിച്ചേരുകയും ഇസ്ലാമിനായി സംസാരിക്കുകയും ചെയ്യുന്നു. അവരുടെ രക്ഷകനായാണ് ഇദ്ദേഹത്തെ തന്നെ പ്രസന്റ് ചെയ്യുന്നത്. Small way, I'm a student of history, and if it has taught me anything of these parts, the lesson has been that under the present system of administration, Dhaka, which was once the capital of Bengal, has steadily declined in numbers and influence, and that not until the jute trade was introduced some 30 years ago did it begin to revive. ഇദ്ദേഹം ഇവിടം കൊണ്ട് നിർത്തുന്നില്ല, വീണ്ടും തുടരുന്നു. When then a proposal is put forward which would make Dhaka the centre and possibly the capital of a new and self-sufficing administration which must give to the people of these districts, by reason of their numerical strength and their superior culture, the preponderating voice in the province so created, which would invest the Mohammedans in eastern Bengal with a unity which they have not enjoyed since the days of the old Mussulman viceroys and kings, their leaders to sacrifice all these great and incontestable advantages from fear of being tied on to the tail of the humble and backward Assam? Is it not transparent, gentlemen, that you must be the head and heart of any such new organism instead of the extremities? And do you really mean to be so blind to your own future as to repudiate the ഇത്രയും കേട്ട താമസം ഇസ്ലാംസിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം നമ്മെ രക്ഷിക്കാൻ വന്നവരാണെന്നുള്ള തെറ്റിദ്ധാരണ അവരിലുണ്ടായി. ഇദ്ദേഹം എന്ത് തീരുമാനമെടുത്താലും അത് നമ്മുടെ ഉയർച്ചയ്ക്കായിരിക്കും. ഈ ഒരു സർട്ടേൺ പോയിന്റ് മുതൽ ഇസ്ലാം പാർട്ടീഷനെ സപ്പോർട്ട് ചെയ്തു തുടങ്ങി. എന്നാൽ അവിടെ മൈനോറിറ്റി ആകുന്ന ഹിന്ദുക്കളുടെ പേടി അവരുടെ റെപ്രസെന്റേഷൻ ഇല്ലാതാകുമോ, കൂടാതെ അവരുടെ ബംഗാളി സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി ഇല്ലാതാകുമോ എന്നായിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും ഹിന്ദു കമ്മ്യൂണിറ്റിയും ഇവരുടെ വികസനത്തിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. അതായത് ഇവരെ മൈനോറിറ്റിയാക്കി വെക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്ന തെറ്റിദ്ധാരണ ഇവരിലുണ്ടായി. രാജ്യത്തുടനീളം ഈ ഒരു പാർട്ടീഷനെതിരായി വളരെ വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റുകളുണ്ടായി. അങ്ങനെ ഈ പ്രൊട്ടസ്റ്റുകളെല്ലാം തന്നെ ഹിന്ദു ഇസ്ലാം ഐഡിയോളജി ബാറ്റിലായി മാറി. എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ ഈ ഒരു രാജ്യത്തെ സെപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത് അത് നടന്നു. ദ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. അങ്ങനെ ബംഗാൾ രണ്ടായി വിഭജിക്കപ്പെട്ടു. ബംഗാളിന്റെ ഈ ഒരു വിഭജനം ഈ രണ്ട് കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലും വളരെ വലിയ തോതിലുള്ള പിളർപ്പുകൾ ഉണ്ടാക്കി. ഇനിയാണ് മതത്തിന്റെ പേരിലുള്ള വിഭജനം ഉണ്ടാകാൻ പോകുന്നത്. അതായത് ഇന്ത്യ രണ്ടായി പിളരുകയാണ്. ഈ ഒരു വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ അന്ന് ചെറിയ തോതിൽ മാത്രം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്ന ഈ രണ്ട് കമ്മ്യൂണിറ്റികളുടെ ഇടയിലും വളരെ വലിയ തോതിലുള്ള കോൺഫ്ലിക്റ്റുകൾ ബംഗാളിന്റെ വിഭജനത്തിന് ശേഷം സംഭവിക്കുന്നു. മതത്തിന്റെ പേരിൽ ഈ ഒരു രാജ്യത്തെ അവർ രണ്ടായി വിഭജിച്ചു. എന്നാൽ അതെങ്ങനെ നടന്നു? ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എങ്ങനെയാണ് ഇന്ത്യയെ എഫക്ട് ചെയ്തത്? അതെങ്ങനെ 1947 പാർട്ടീഷനിലേക്ക് വഴിതെളിച്ചു? വർഷമെത്തുന്നു 1906. ലേബർ പാർട്ടി ആദ്യമായി ഇംഗ്ലണ്ടിൽ ഭരണത്തിലെത്തുന്നു. ജോൺ മോർലെ ഇന്ത്യയിലെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആകുന്നു. പിന്നീട് ജൂലൈ 20, 1906 ഇദ്ദേഹം ഒരു സ്പീച്ച് നടത്തുന്നു. ഇതിൽ ലെജിസ്ലേറ്റീവ് കൌൺസിലിലേക്ക് ഇന്ത്യൻസിന്റെ റെപ്രസെന്റേഷൻ കൂട്ടുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്പീച്ചിന് ശേഷം കോൺഗ്രസിൽ ഉൾപ്പെടാതിരുന്ന മുസ്ലിം ലീഡേഴ്സ് ഇദ്ദേഹവുമായി ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒക്ടോബർ 1 ഷിംലയിൽ ഒരു മീറ്റിംഗ് ഫിക്സ് ആകുന്നു. 35-ലധികം മുസ്ലിം ലീഡേഴ്സിനെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് ആഗാഖാൻ തേർഡ് ആയിരുന്നു. ഇവരുടെ ഡിമാൻഡ് ഇത്ര മാത്രമായിരുന്നു: ഒരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഇവർക്ക് ആവശ്യമാണ്. അതായത് ഒരു പ്രത്യേക സീറ്റിൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് മാത്രമേ നിൽക്കാൻ കഴിയൂ. അതേ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ വോട്ട് നൽകാൻ കഴിയൂ. ഇതാണ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്. കമ്മ്യൂണിറ്റിയുടെ ഈ ഒരു ഡിമാൻഡിന് റെസ്പോൺസ് എന്ന നിലയിൽ ലോർഡ് മിന്റോ ഒരു കാര്യം പറയുന്നു: I am firmly convinced, as I believe you to be, that any electoral representation in India would be doomed to mischievous failure, which aimed at granting a personal enfranchisement regardless of the beliefs and traditions of the communities composing the population of this continent. ബ്രിട്ടീഷുകാരുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ ഇസ്ലാം കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെന്റാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബംഗാളിനെ രണ്ടായി വിഭജിച്ചതും കൂടാതെ ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഇവർക്ക് നൽകുന്നതും. ബ്രിട്ടീഷുകാർ ഈ ചെയ്യുന്നതെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ചിന്ത ഇസ്ലാം ലീഡേഴ്സിൽ ഉണ്ടാക്കുകയും അവർക്കത് പുതിയൊരു മോട്ടിവേഷൻ നൽകുകയും ചെയ്തു. അതേ വർഷം തന്നെ ഓൾ ഇന്ത്യ മുസ്ലിം എഡ്യൂക്കേഷൻ കൌൺസിലിന്റെ ആനുവൽ ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. ഈ ഒരു കൌൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് സർ സയ്യദ് അഹമ്മദ് ഖാൻ ആയിരുന്നു. ഢാക്കയിലെ നവാബായിരുന്ന സലിമുള്ള ഒരു പ്രപ്പോസൽ നടത്തുന്നു: കോൺഗ്രസിനെ പോലെ തങ്ങൾക്കും ഒരു പാർട്ടി വേണം.
മുസ്ലിം റെപ്രസെന്റേഷൻ ആയിരിക്കണം ഇതിന്റെ ലക്ഷ്യം. അങ്ങനെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാകുന്നു. ഇതേ വർഷം തന്നെയാണ് ബോംബെയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ബാരിസ്റ്റർ മുഹമ്മദ് അലി ജിന്നയുടെ എൻട്രി നടക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ആൻസിസ്റ്റേഴ്സ് രാജ്പൂത്സ് ആയിരുന്നു. പിന്നീട് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ആയതാണ്. ഇദ്ദേഹം ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് എൻ്റർ ആവുകയും കോൺഗ്രസിലേക്ക് ജോയിൻ ആവുകയും ചെയ്യുന്നു. അങ്ങനെ വർഷമെത്തുന്നു 1909. ഇവിടെയാണ് ദ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 പാസ്സാകുന്നത്. ഈ ഒരു റിഫോമിൽ ആദ്യമായി സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന ആക്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ആകുന്നു. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി അങ്ങനെ സക്സസ്ഫുൾ ആകുന്നു. ഇതിനു പുറമെ ബംഗാൾ വിഭജനത്തിന് ശേഷവും ബംഗാളി ഹിന്ദുസ് ഈ ഒരു വിഭജനത്തിനെതിരായി ശക്തമായ പ്രൊട്ടസ്റ്റുകൾ നടത്തുന്നു. ഡിസംബർ 12, 1911 കിങ് ജോർജ് V ഇന്ത്യയിലെത്തുന്നു. ഇദ്ദേഹം ഡൽഹിയിലാണ് എത്തിച്ചേർന്നത്. ഈ ഒരു സമയത്ത് തന്നെ ഇദ്ദേഹം ബംഗാളിനെ വീണ്ടും റീയുണൈറ്റഡ് ആക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നു. ബംഗാളി ഹിന്ദുസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം സന്തോഷമേറിയ വാർത്തയായിരുന്നു. എന്നാൽ ഇസ്ലാംസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത. ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം പാർട്ടീഷന് മുൻപ് 1235 മുസ്ലിംസ് ആയിരുന്നു ഹയർ പോസ്റ്റിലുണ്ടായിരുന്നത്. എന്നാൽ പാർട്ടീഷന് ശേഷം മെജോറിറ്റി ഇവരായതുകൊണ്ട് തന്നെ ഈ നമ്പർ ഡബിൾ ആയിരുന്നു. ഈ ഒരു തീരുമാനം കിങ് ജോർജ് V എങ്കിൽ കൂടിയും ഹിന്ദുക്കൾക്ക് തങ്ങളുടെ വികസനം ഇഷ്ടമാകുന്നില്ല എന്ന തെറ്റിദ്ധാരണ ഇസ്ലാംസിൽ ഉണ്ടായി തുടങ്ങി. എന്നാൽ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ തുടർച്ചയായിട്ടുള്ള സമരങ്ങളായിരുന്നു ഈ ഒരു ഏകോപനത്തിന് കാരണം. പിന്നീട് 1913 ജിന്ന മുസ്ലിം ലീഗിലെ മെമ്പറാകുന്നു. അതായത് കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും മെമ്പറായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഈ രണ്ട് കമ്മ്യൂണിറ്റിയിലുള്ളവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നതായിരുന്നു. കോൺഗ്രസിലും മുസ്ലിം ലീഗിലുമുള്ള ഡിസ്പ്യൂട്ട്സിനെ എല്ലാം ഇല്ലാതാക്കുക എന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഗോപാൽ കൃഷ്ണ ഗോഖലെ, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഫ്രീഡം ഫൈറ്റർ, ഇദ്ദേഹം ജിന്നയെ പറ്റി പറഞ്ഞ വാക്കുകളാണിത്. Jinnah has true stuff in him and that freedom from all sectarian prejudice which will make him the best ambassador of Hindu-Muslim unity. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇതേ വ്യക്തിയുടെ കരങ്ങൾ കൊണ്ടുതന്നെ ഈ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടാൻ പോവുകയായിരുന്നു. എന്നിരുന്നാലും കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 1914 ഇദ്ദേഹം ലണ്ടൻ വിസിറ്റ് ചെയ്യുന്നു. അവിടെയാണ് ഇദ്ദേഹം ഇന്ത്യൻ പൊളിറ്റിക്സിനെ തന്നെ മാറ്റിമറിക്കുന്ന മറ്റൊരു വ്യക്തിയെ കണ്ടത്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. 1915 ഗാന്ധി ഇന്ത്യയിലേക്ക് പെർമനന്റായി എത്തി കോൺഗ്രസിൽ ജോയിൻ ചെയ്യുന്നു. കൂടാതെ ഗോഖലെയും ഫിറോസ് ഷാ മെഹ്തയും മരണപ്പെടുന്നു. കൂടാതെ ദാദാഭായ് നവറോജി ലണ്ടനിലേക്ക് പോകുന്നു. ഈ കാരണങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരുന്നു. ഇതേ സമയത്ത് തന്നെ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ പരമാവധി ജിന്ന പരിശ്രമിക്കുന്നു. അങ്ങനെ 1916 ഡിസംബറിന് കോൺഗ്രസിനെ റെപ്രസെന്റേറ്റ് ചെയ്ത് ബാലഗംഗാധര തിലകും മുസ്ലിം ലീഗിനെ റെപ്രസെന്റേറ്റ് ചെയ്ത് ജിന്നയും ഒരു പാക്ട് സൈൻ ചെയ്യുന്നു. ഹിന്ദു മുസ്ലിം യൂണിറ്റിയുടെ ഏറ്റവും വലിയ എക്സാമ്പിളായാണ് ഇന്ന് നാം ഇതിനെ കാണുന്നത്. ഇതിനെ ലക്നൌ പാക്ട് എന്നാണ് ഇന്ന് നാം വിളിക്കുന്നത്. ഈ ഒരു പാക്ട് അനുസരിച്ച് കോൺഗ്രസ് സെപ്പറേറ്റ് ഇലക്ടറേറ്റിനെ അംഗീകരിക്കുകയും കൂടാതെ കൗൺസിലിൽ മുസ്ലിംസിന് 1/3 സീറ്റ് റിസർവ്ഡ് ആയിരിക്കുമെന്നുമായിരുന്നു ഈ കൗൺസിലിൽ അവർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പാക്ടിന് ശേഷം എല്ലാം സമാധാനത്തോടെ നടന്നു പോവുകയായിരുന്നു. എന്നാൽ പിന്നീടാണ് മറ്റൊരു പ്രശ്നം തലപൊക്കുന്നത്. 1919 മുസ്ലിംസിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായി ഖിലാഫത്ത് മൂവ്മെന്റ് ഇന്ത്യയിൽ ലോഞ്ചാകുന്നു. ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം വേൾഡ് വാർ ഫസ്റ്റിന് ശേഷം ഒട്ടോമൻ എംപയറിനെ എന്നേക്കുമായി ഇല്ലാതാക്കാനാണ് ബ്രിട്ടീഷേഴ്സ് ശ്രമിച്ചത്. മുസ്ലിംസ് ഈ ഒരു പ്രൊട്ടസ്റ്റ് ലോഞ്ച് ചെയ്തതിന്റെ ഏറ്റവും പ്രധാന കാരണം അന്നുണ്ടായിരുന്ന ഒട്ടോമൻ എംപയറിലെ ലീഡർ സുന്നി മുസ്ലിംസിന്റെ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ലീഡറായിരുന്നു. ഇതേ വർഷം തന്നെ പഞ്ചാബിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും നടക്കുന്നു. ആയിരക്കണക്കിന് സാധാരണക്കാരായ ഇന്ത്യക്കാർ മരണപ്പെടുന്നു. ഈ ഇവന്റുകളെല്ലാം തന്നെ നോർത്ത് ഇന്ത്യയെ മുഴുവനായി പിടിച്ചുകുലുക്കുന്നു. അങ്ങനെ 1921 ഗാന്ധി ഈ പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന നിലയിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നു. ഖിലാഫത്ത് മൂവ്മെന്റ്, ജാലിയൻ വാലാബാഗ് മാസിക്കർ, അൺടച്ചബിലിറ്റി തുടങ്ങിയ വിഷയങ്ങളെ കോർത്തിണക്കിയായിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇന്ത്യയിൽ ഗാന്ധി ലോഞ്ച് ചെയ്തത്. എന്നാൽ ജിന്ന ഇതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടക്കുന്ന ഒരു സമരത്തിൽ റിലീജിയനെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനോട് അദ്ദേഹം ഒട്ടും താല്പര്യപ്പെട്ടിരുന്നില്ല. ഖിലാഫത്ത് മൂവ്മെന്റിന്റെ എയിം തന്നെ മറ്റൊന്നാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകളൊന്നും തന്നെ അന്ന് കോൺഗ്രസിലുണ്ടായിരുന്ന ആരും തന്നെ ഉൾക്കൊണ്ടില്ല. 1905 മുതൽ 20 വരെ മുഹമ്മദ് അലി ജിന്നയുടെ സ്ഥാനം മുസ്ലിം ലീഗിലും കോൺഗ്രസിലും വളരെ വലുതായിരുന്നു. എന്നാൽ കോൺഗ്രസിലെ ലീഡേഴ്സ് ചേഞ്ച് ആയതും മഹാത്മാഗാന്ധിയുടെ വരവും ഇദ്ദേഹത്തിന്റെ പ്രാതിനിധ്യത്തെ വളരെയധികം കുറച്ചു. ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ജിന്ന അങ്ങനെ പുറന്തള്ളപ്പെട്ടു. 1927 ബ്രിട്ടീഷേഴ്സ് ഒരു കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നു. ഇന്ന് ഈ കമ്മീഷനെ സൈമൺ കമ്മീഷൻ എന്നാണ് നാം വിളിക്കുന്നത്.
ഈ ഒരു കമ്മീഷന്റെ ലക്ഷ്യം ക്ലിയർ ആയിരുന്നു. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ എന്തെല്ലാം ചേഞ്ചസ് കൊണ്ടുവരണമെന്നതായിരുന്നു ഇവരുടെയും. എന്നാൽ ഇതിൽ മുഴുവൻ ബ്രിട്ടീഷേഴ്സ് ആയിരുന്നതുകൊണ്ട് തന്നെ കോൺഗ്രസും ആസ് വെൽ ആസ് മുസ്ലിം ലീഗും ഈ ഒരു കമ്മീഷനെ ബൈക്കോട്ട് ചെയ്തു. ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ റെസ്പോൺസ് എന്ന നിലയിൽ കോൺഗ്രസിനോടും മുസ്ലിം ലീഗിനോടും ബ്രിട്ടീഷേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. 1928 കോൺഗ്രസ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് മോത്തിലാൽ നെഹ്റു. അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന മെജോറിറ്റി ലീഡേഴ്സും ഈ ഒരു റിപ്പോർട്ടിനെ അംഗീകരിച്ചു. ഈവൻ മുസ്ലിം ലീഗിലെ പല ലീഡേഴ്സും ഈ ഒരു റിപ്പോർട്ടിൽ ഹാപ്പിയായിരുന്നു. എന്നാൽ ഈ ഒരു റിപ്പോർട്ട് ജിന്നയുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം ഈ ഒരു റിപ്പോർട്ടിനെ റിജക്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അതിന്റെ ഏറ്റവും പ്രധാന കാരണം മുസ്ലിംസിന്റെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എടുത്തു കളഞ്ഞതായിരുന്നു. ലക്നൌ പാക്ടിൽ ഈ ഒരു വിഷയത്തെ ഓൾറെഡി കോൺഗ്രസ് അംഗീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ടിനെ റിജക്ട് ചെയ്ത് 14 പോയിന്റ്സ് ഓഫ് ജിന്ന എന്ന പേരിൽ ഇദ്ദേഹം തന്റെ തന്നെ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഈ റിപ്പോർട്ടിനെ കോൺഗ്രസ് റിജക്ട് ചെയ്യുന്നു. ഈ ഒരു പെർട്ടിക്കുലർ ടൈം മുതലാണ് കോൺഗ്രസിന്റെ ഇടയിലും മുസ്ലിം ലീഗിന്റെ ഇടയിലും വളരെ വലിയ തോതിലുള്ള ഡിസ്പ്യൂട്ട്സ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദ ടു നേഷൻ തിയറി പോലും ഈ ഒരു ടൈമിലാണ് ഇവോൾവ് ആയി വരുന്നത്. ഇപ്പോൾ ഈ രണ്ട് പാർട്ടികളും റൈവൽസ് ആണ്. ഇവർ തമ്മിലുണ്ടായിരുന്ന ആ ഒരു ബന്ധം എന്നേക്കുമായി ഇല്ലാതായി. അങ്ങനെ 1930 റൗണ്ട് ടേബിൾ കോൺഫറൻസിനായി ഇന്ത്യയിലെ എല്ലാ പാർട്ടികളെയും ബ്രിട്ടീഷേഴ്സ് ഒരുമിച്ച് കൂട്ടുന്നു. ഈ ഒരു കോൺഫറൻസിൽ നെഹ്റു റിപ്പോർട്ടിനോ 14 പോയിന്റ്സ് ഓഫ് ജിന്നയ്ക്കോ യാതൊരുവിധ പ്രാധാന്യവും ബ്രിട്ടീഷേഴ്സ് നൽകുന്നില്ല. സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിന് ശേഷം ജിന്ന പൊളിറ്റിക്സ് വിട്ട് ലണ്ടനിലേക്ക് പോകുന്നു. അങ്ങനെ ജിന്നയുടെ പൊളിറ്റിക്കൽ കരിയറിലെ ഫസ്റ്റ് ഫേസ് ഇവിടെ എൻഡ് ആവുകയാണ്. ഹിന്ദു മുസ്ലിം യൂണിറ്റി, സെക്യുലർ ഇന്ത്യ, ഇത് സ്വപ്നം കണ്ട ജിന്നയുടെ ആശയങ്ങൾ അങ്ങനെ ഇല്ലാതായി. കോൺഗ്രസും മുസ്ലിം ലീഗും ഡിവൈഡഡായി. ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ ഇവിടെ എൻഡായി. ലണ്ടനിൽ നടന്ന റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ മുസ്ലിം ലീഗിന്റെ പുതിയ പ്രസിഡന്റായി ഡോക്ടർ അലാമ ഇക്ബാൽ സ്ഥാനമേൽക്കുന്നു. ഇദ്ദേഹത്തിന്റെ ആൻസിസ്റ്റേഴ്സ് കശ്മീരി പണ്ഡിറ്റ്സ് ആയിരുന്നു. 15th സെഞ്ചുറിയോടുകൂടി അവർ ഇസ്ലാമിലേക്ക് കൺവേർട്ടായി. ഡിസംബർ 29, 1930 അലഹബാദിലെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് കോൺഫറൻസിൽ ഇദ്ദേഹം ഒരു സ്പീച്ച് നടത്തുന്നു. However painful to observe that our attempts to discover such a principle of internal harmony have so far failed. Why have they failed? Perhaps we suspect each other's intentions and inwardly aim at dominating each other. We conceal our egoism under the cloak of nationalism, outwardly simulating a large-hearted patriotism, but inwardly as narrow-minded as a caste or tribe. ഇതേ സ്പീച്ചിൽ തന്നെ ഇദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നു. To see the Punjab, Northwest Frontier Province, Sindh and Balochistan amalgamated into a single state. Self-government within the British Empire or without the British Empire, the formation of a consolidated Northwest Indian Muslim state appears to me to be the final destiny of the Muslims, at least of Northwest India. ഇദ്ദേഹം പറയുന്നത് പഞ്ചാബ്, നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രോവിൻസ്, സിന്ധ് ആൻഡ് ബലൂചിസ്ഥാൻ, ഈ പ്രദേശങ്ങളെ എല്ലാം ജോയിന്റ് ആക്കി ഒരു മുസ്ലിം മെജോറിറ്റി സ്റ്റേറ്റ് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു. ഈ ഒരു സ്പീച്ചിന്റെ 17 വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകളെ തന്നെ വളച്ചൊടിച്ച് ഇദ്ദേഹം അന്ന് പുതിയൊരു മുസ്ലിം മെജോറിറ്റി കൺട്രിയാണ് ഡിമാൻഡ് ചെയ്തതെന്ന് പറയുകയുണ്ടായി. ഈ സ്പീച്ചിനെ വളച്ചൊടിച്ചു എന്ന് ഞാൻ എന്തുകൊണ്ട് പറയുന്നുവെന്ന് നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ അടുത്ത സ്പീച്ച് കേൾക്കുമ്പോൾ മനസ്സിലാകും. ഇന്നും പാകിസ്ഥാനി ടെക്സ്റ്റുകളിൽ ഇദ്ദേഹം പാകിസ്ഥാന് വേണ്ടി ഡിമാൻഡ് ചെയ്തു എന്നാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. Unity of development within the body politic of India. The Northwest Indian Muslims will prove the best defenders of India against a foreign invasion, be that invasion one of ideas or of bayonet. ഈ ഒരു വീഡിയോയുടെ കൺക്ലൂഷൻ എന്താണ്? ഈ രണ്ട് കമ്മ്യൂണിറ്റിയെയും ഒരുമിച്ച് ചേർക്കാൻ എത്ര ശ്രമിച്ചിട്ടും ഇവർ ജോയിന്റ് ആയില്ല. ഇതിന്റെ പിന്നിൽ ബ്രിട്ടീഷേഴ്സ് ആയിരുന്നോ കാരണം? അതോ കോൺഗ്രസിലും മുസ്ലിം ലീഗിലും ഉണ്ടായിരുന്ന ലീഡേഴ്സ് ആണോ? വർഷം 1933 യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജിൽ പഠിക്കുന്ന ചൗധരി റഹ്മദ് അലി ഒരു പാംഫ്ലെറ്റ് തയ്യാറാക്കുന്നു. ഇതിന്റെ ടൈറ്റിൽ ഇപ്രകാരമായിരുന്നു: നൗ ഓർ നെവർ, ആർ വി ടു ലിവ് ഓർ പെറിഷ് ഫോർ എവർ. ഈ ഒരു പാംഫ്ലെറ്റിലാണ് ആദ്യമായി പാകിസ്ഥാൻ എന്ന വേർഡ് ഡെറൈവ്ഡ് ആകുന്നത്. അവരുടെ ഡിമാൻഡ് ഇപ്രകാരമായിരുന്നു: I'm enclosing herewith an appeal on behalf of the 30 million Muslims of Pakistan who live in the 5 northern units of India: Punjab, Northwest Frontier, Afghan Province, Kashmir, Sindh and Balochistan. It embodies their demand for the recognition of their national status as distinct from the other inhabitants of India by the grant to Pakistan of a separate federal constitution on religious, social and historical grounds. പാകിസ്ഥാൻ എന്ന ഈ ഒരു പദം തന്നെ വരുന്നത് പഞ്ചാബ്, അഫ്ഗാൻ,
കശ്മീർ, സിന്ധ് കൂടാതെ ബലൂചിസ്ഥാനിലെ TAN എന്ന വാക്കും ആഡ് ചെയ്താണ്. കൂടാതെ പിന്നീട് ആഡ് ചെയ്തു ബെറ്റർ പ്രൊണൗൺസിയേഷന് വേണ്ടി. അങ്ങനെ പാകിസ്ഥാൻ രൂപപ്പെട്ടു. ഇതാദ്യമായായിരുന്നു ഇന്ത്യയിൽ നിന്നും വേർപെട്ട് ഒരു സെപ്പറേറ്റ് നേഷൻ വേണമെന്ന ആവശ്യം ഉയരുന്നത്. ഇതേ പാംഫ്ലെറ്റിൽ തന്നെ ഇദ്ദേഹം മറ്റൊരു കാര്യം എടുത്തു പറയുന്നു. Basically different from the suggestion put forward by Dr. Sir Muhammad Iqbal in his presidential address to the All India Muslim League in 1930. While he proposed the amalgamation of 4 out of the 5 above-named provinces into a single state, forming a unit of the All India Federation, we proposed that all those 5 provinces should have a separate federation of their own outside India. ഈ ഒരു പാംഫ്ലെറ്റ് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലെ മെമ്പേഴ്സിന് മുൻപിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ആരും തന്നെ ഇതിനെ സീരിയസ് ആയി കണ്ടില്ല. ഒരു സ്റ്റുഡന്റിന്റെ ഒപ്പീനിയൻ മാത്രമായാണ് അവർ ഇതിനെ കണ്ടത്. ഇതേ സമയത്ത് തന്നെ ലണ്ടനിലേക്ക് പോയ മുഹമ്മദ് അലി ജിന്നയെ തിരിച്ചു കൊണ്ടുവരാൻ പല മുസ്ലിം ലീഡേഴ്സും ശ്രമിക്കുന്നു. അങ്ങനെ 1934 അവസാനത്തോടു കൂടി ജിന്ന ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നു. പിന്നീട് 1937 ഇന്ത്യയിൽ നടന്ന പ്രൊവിൻഷ്യൽ ഇലക്ഷൻസിന്റെ റിസൾട്ട്സ് പുറത്തു വരുന്നു. ഇങ്ങനെ ഇലക്ഷൻ വരാനുള്ള ഏറ്റവും പ്രധാന കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. പ്രൊവിൻസസിന് ഓട്ടോണമി ലഭിക്കുന്നു. ഈ ഒരു ഇലക്ഷനിൽ എന്നാൽ മുസ്ലിം ലീഗിന് വലിയ കാര്യമായ രീതിയിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. 482 സീറ്റുകൾ മുസ്ലിംസിന് ഉണ്ടായിട്ട് കൂടിയും അവർക്ക് 106 എണ്ണത്തിൽ മാത്രമാണ് വിജയിക്കാൻ കഴിയുന്നത്. ലോക്കൽ പാർട്ടീസിന്റെ കൂടെ ചേർന്ന് പഞ്ചാബിലും സിന്ധിലും മാത്രമാണ് ഇവർക്ക് ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിഞ്ഞത്. ഈ ഒരു ഇലക്ഷനിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി. മുസ്ലിം ലീഗ് പറയുന്നത് പോലെ അവർ മുസ്ലിംസിന്റെ സോൾ റെപ്രസെന്റേറ്റീവ് ആണ് എന്നുള്ള കാര്യം പൂർണ്ണമായും തെറ്റായിരുന്നു. കാരണം മെജോറിറ്റി സീറ്റും കോൺഗ്രസിന്റെ കയ്യിൽ തന്നെയായിരുന്നു അപ്പോഴും. 1939 കൂടി ബ്രിട്ടൻ ഇന്ത്യയുടെ സമ്മതമില്ലാതെ തന്നെ അവരെ വേൾഡ് വാർ II തള്ളിവിട്ടു. കോൺഗ്രസ് ഇതിനെതിരായി ശക്തമായി പ്രതികരിച്ചു. കൂടാതെ അവർ ഒരു കാര്യം ഡിമാൻഡ് ചെയ്തു: ഞങ്ങൾ ഈ യുദ്ധത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, പകരമായി ഞങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകണം. എന്നാൽ വൈസ്രോയി ലോർഡ് ലിലിത്ത് ഇതിനെ റിജക്ട് ചെയ്യുന്നു. ഇതിന്റെ റെസ്പോൺസ് എന്ന നിലയിൽ ഗവൺമെന്റിൽ നിന്നും റിസൈൻ ചെയ്യാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു. എന്നാൽ ഇതിന്റെ അഡ്വാൻറ്റേജ് അന്നത്തെ 2 കമ്മ്യൂണൽ പാർട്ടികൾക്കാണ് ലഭിച്ചത്: മുസ്ലിം ലീഗ് ആൻഡ് ഹിന്ദു മഹാസഭാ പാർട്ടി. കോൺഗ്രസിനോട് പോകാൻ പറയൂ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഹിന്ദു മഹാസഭാ പാർട്ടിയും മുസ്ലിം ലീഗും ബ്രിട്ടീഷുകാരെ വളരെ നല്ല തോതിൽ തന്നെ സപ്പോർട്ട് ചെയ്തു. ഇവർ ജനങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ചത് ഞങ്ങൾ ഹിന്ദു മുസ്ലിം ഐഡിയോളജിയെ സംരക്ഷിക്കുകയാണ്, എന്നാൽ ഇവരുടെ യഥാർത്ഥ ഗെയിം എന്നത് പവർ ലഭിക്കുക എന്നതും മാത്രമായിരുന്നു. അങ്ങനെ സാവർക്കറുടെ നേതൃത്വത്തിൽ ഹിന്ദു മഹാസഭയും ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗും ഒരുമിച്ച് കൈകോർത്ത് ഇവർ പുതിയൊരു ഗവൺമെന്റ് രൂപീകരിക്കാൻ ശ്രമിക്കുന്നു. സിന്ധ്, നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ കൂടാതെ ബംഗാൾ ഇതായിരുന്നു ഇവരുടെ പ്രധാന കേന്ദ്രങ്ങൾ. പ്രോ ഹിന്ദു ഐഡിയോളജി ഫോളോ ചെയ്യുന്ന സാവർക്കർ, പ്രോ ഇസ്ലാം ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ജിന്ന, ഇത്രയും നാളും ശത്രുക്കളായിരുന്ന ഇവർ പവറിന്റെ കാര്യം വന്നപ്പോൾ ഒരുമിച്ച് ചേർന്നു. ഇതിന്റെ എല്ലാം അർത്ഥം എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ വീഡിയോ ഇവിടെ വരെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാകും. 1940 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് കോൺഫറൻസ് നടക്കുന്ന സമയത്ത് ഇവർ ആദ്യമായി മുസ്ലിംസിന് വേണ്ടി ഒരു സെപ്പറേറ്റ് നേഷൻ ഡിമാൻഡ് ചെയ്യുന്നു. മുസ്ലിം ലീഗിന്റെ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത എല്ലാ പാർട്ടികളും ഇതിനെ വളരെ വലിയ തോതിൽ ഒപ്പോസ് ചെയ്തു. ഈവൻ മൈനോറിറ്റി മുസ്ലിം പാർട്ടീസും ഇതിനെ ഒപ്പോസ് ചെയ്തു. 1941 തന്നെ 50,000-ലും അധികം മുസ്ലിംസ് ആയിരുന്നു ഈ ഒരു പാർട്ടീഷൻ എന്ന ഐഡിയയ്ക്ക് എഗെയിൻസ്റ്റായി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഡൽഹിയിലെത്തിയത്. ഇസ്ലാം മതം അപകടത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റെസൊല്യൂഷൻ ഞങ്ങൾ പാസ്സാക്കുന്നത്. ഈ രാജ്യത്ത് ഇസ്ലാമിന് യാതൊരുവിധ അവകാശങ്ങളും ലഭിക്കില്ല. ഞങ്ങൾക്ക് പുതിയൊരു നേഷൻ വേണം. അതിനാണ് അവർ ഈ ഒരു റെസൊല്യൂഷൻ തന്നെ പാസ്സാക്കിയത്. മുസ്ലിം ലീഗിന്റെ സിംഗിൾ അജണ്ട സെപ്പറേറ്റ് നേഷൻ ആയിരുന്നു. ഇസ്ലാം അപകടത്തിലാണ്, ഇന്ത്യയിലെ എല്ലാ മുസ്ലിംസും ഞങ്ങൾക്ക് വോട്ട് നൽകണം, എങ്കിൽ മാത്രമേ ഈ ഒരു റിലീജനെ നമുക്ക് റിവൈവ് ചെയ്യാൻ കഴിയൂ. ഈ സംഭവങ്ങൾക്കെല്ലാം ഇടയിൽ 1945 കൂടി വേൾഡ് വാർ II എൻഡ് ആവുകയും ബ്രിട്ടൻ വളരെ വലിയ തോതിൽ എക്കണോമിക് ലോസിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ബ്രിട്ടീഷ് രാജ് ഇന്ത്യയിൽ അവസാനിക്കാൻ പോകുന്നു. ഈ വർഷം അവസാനം തന്നെ പ്രൊവിൻഷ്യൽ ഇലക്ഷൻസ് ഇന്ത്യയിൽ നടക്കാൻ പോവുകയായിരുന്നു. കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ മുസ്ലിം ലീഗ് വളരെ വലിയ തോതിലാണ് തോറ്റത്. എന്നാൽ ഇത്തവണത്തെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല. ഇലക്ഷന് മുൻപ് മുസ്ലിം ലീഗ് നടത്തിയ ക്യാമ്പയിൻ വളരെയധികം എഫക്റ്റീവായിരുന്നു. ആളുകളുടെ ഇടയിൽ മുസ്ലിം ലീഗിന് വോട്ട് നൽകണമെന്ന ആശയം വളരെ വേഗത്തിൽ സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഒരു സമയത്ത് എലീറ്റ് മുസ്ലിംസ് മാത്രം മെമ്പേഴ്സ് ആയിരുന്ന ഈ ഒരു പാർട്ടിയിൽ ജിന്ന ഒരാൾ കാരണം 70 ലക്ഷത്തിലും അധികം മെമ്പേഴ്സാണ് കൂടിയത്. ഈ ഒരു സമയത്തും പാർട്ടീഷന്റെ വക്കിലേക്ക് ഇന്ത്യ എത്തിയിരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. അങ്ങനെ 1946 കൂടി പ്രൊവിൻഷ്യൽ ഇലക്ഷൻ
ഇലക്ഷന്റെ റിസൾട്ട് വന്നു. കഴിഞ്ഞ തവണ കോൺഗ്രസ് എങ്ങനെയാണോ പെർഫോം ചെയ്തത് അതിനേക്കാൾ വളരെ വലിയ തോതിലാണ് ഇത്തവണയും കോൺഗ്രസ് പെർഫോം ചെയ്തത്. എന്നാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 425 സീറ്റുകളും അവർ വിജയിച്ചു. അതിനു പുറമെ അവർക്ക് റിസർവ്ഡ് ആയിരുന്നിട്ടുള്ള എല്ലാ സീറ്റുകളും ഇത്തവണ അവർ തൂത്തുവാരി. തങ്ങൾ മുസ്ലിംസിന്റെ സോൾ റെപ്രസെന്റേറ്റീവ് ആണ് എന്നുള്ള അവരുടെ വാദം അങ്ങനെ സത്യമായി. അങ്ങനെ ബംഗാളിനെയും സിന്ധിനെയും പഞ്ചാബിനെയും ഇവർ തൂത്തുവാരുന്നു. ഏതാനും ദിവസങ്ങൾക്കകം ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ നിന്നും പോകും. ആർക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യും? എങ്ങനെയായിരിക്കും ഈ ഒരു പ്രക്രിയ നടക്കുക? അതായിരുന്നു ഏറ്റവും വലിയ ചോദ്യം. ഈ ഒരു പ്രക്രിയയ്ക്കായി 3 അംഗ സംഘത്തെ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിലേക്ക് അയച്ചു. ഇതിനെ ഇന്ന് നാം ക്യാബിനറ്റ് മിഷൻ എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയും ഒരു കൺക്ലൂഷനിൽ എത്തിയിരുന്നില്ല ആ ഒരു സമയത്ത്. അങ്ങനെ 24 മാർച്ച് 1946 നീണ്ട ഡിസ്കഷന് ശേഷം ക്യാബിനറ്റ് മിഷൻ തന്നെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നു. ഇതിൽ സെപ്പറേറ്റ് നേഷൻ എന്ന ആശയത്തെ ഇവർ റിജക്ട് ചെയ്യുന്നു. കൂടാതെ ഇന്ത്യയിൽ തന്നെ 3 ഗ്രൂപ്പുകളെ ക്രിയേറ്റ് ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു. ഗ്രൂപ്പ് എയിൽ യുണൈറ്റഡ് പ്രൊവിൻസസ്, ബീഹാർ, ബോംബെ, മദ്രാസ്, സെൻട്രൽ പ്രൊവിൻസസ് ആൻഡ് ഒഡീഷ. ഗ്രൂപ്പ് ബിയിൽ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ, ബലൂചിസ്ഥാൻ, പഞ്ചാബ് ആൻഡ് സിന്ധ്. ഗ്രൂപ്പ് സിയിൽ ബംഗാൾ ആൻഡ് ആസാം. ഈ 3 ഗ്രൂപ്പുകളും യുണൈറ്റഡ് ഇന്ത്യയുടെ ഭാഗമായിരിക്കും. 3 ഗ്രൂപ്പുകൾക്കും അവരുടേതായ പവറുകൾ ഉണ്ടാകും. കൂടാതെ സെൻട്രൽ ഗവൺമെന്റിന്റെ അടുത്ത് കറൻസി, കമ്മ്യൂണിക്കേഷൻ, ഡിഫൻസ് തുടങ്ങിയവയും ഉണ്ടാകും. പ്രൊവിൻസസ് ചേർന്ന് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കും. അതിനുശേഷം ഗ്രൂപ്പുകൾക്കായുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുകയും പിന്നീട് സെൻട്രൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുകയും ചെയ്യും. 5 വർഷങ്ങൾക്ക് ശേഷം ഏതെങ്കിലും പ്രൊവിൻസസിന് ഗ്രൂപ്പ് ചേഞ്ചിങ് നടത്തണമെങ്കിൽ അത് ചെയ്യാനും കൂടാതെ 10 വർഷങ്ങൾക്ക് ശേഷം ഭരണഘടനയിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് ഡിമാൻഡ് ചെയ്യാനും ഇവർക്ക് സാധിക്കും. അങ്ങനെ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിക്കാൻ ഇവർ തീരുമാനിക്കുന്നു. സ്ഥിര ഗവൺമെന്റ് വരുന്നതുവരെ. തന്റെ ആവശ്യങ്ങൾക്ക് എതിരാണെങ്കിൽ കൂടിയും ജിന്ന 6 ജൂണിന് ഈ ഒരു പ്ലാൻ അംഗീകരിക്കുന്നു. 10 ജൂലൈ 1946 നെഹ്റു ഒരു പ്രസ് കോൺഫറൻസ് നടത്തുന്നു. അവിടെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു. The big probability is that from any approach to the question there will be no grouping. Obviously, Section A will decide against grouping. Speaking in betting language, there was 4-1 chance of the Northwest Frontier Province deciding against grouping. The Group B collapses. It is highly likely that Assam will decide against grouping with Bengal, although I would not like to say what the initial decision may be since it is evenly balanced. പിന്നീട് അദ്ദേഹം പറയുകയാണ്, with every assurance and conviction that there is going to be finally no grouping there, because Assam will not tolerate it under any circumstances whatever. Thus you see this grouping business approached from any point of view does not get on at all. നെഹ്റുവിന്റെ ഈ ഒരു സ്പീച്ചിന് ശേഷം ജിന്നയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു. ഗ്രൂപ്പിംഗ് കമ്പൽസറി അല്ല. അതുകൊണ്ട് തന്നെ താൻ നൽകിയ അപ്രൂവൽ തിരിച്ചെടുക്കണം. ഇതേ സമയത്ത് തന്നെ ഈ ഒരു സ്പീച്ചിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് മൗലാന ആസാദും പട്ടേലും രംഗത്ത് വരുന്നു. അദ്ദേഹത്തിന്റെ ഈ ഒരു സ്പീച്ചിനെ ചൈൽഡിഷ് ബിഹേവിയർ ആയിട്ടാണ് ഇവർ കണ്ടത്. എല്ലാം മര്യാദയ്ക്ക് പോകുന്ന സാഹചര്യത്തിൽ എന്തിന് പബ്ലിക്കിൽ വന്ന് ഇതുപോലെ ഒരു സ്പീച്ച് നൽകി? ഇതിനു പുറമെ ഇന്ററീം ഗവൺമെന്റ് രൂപീകരിക്കാൻ മുസ്ലിം ലീഗിനെ ബ്രിട്ടീഷേഴ്സ് ഇൻവൈറ്റ് ചെയ്തില്ല. ഇത് ജിന്നയെ വളരെയധികം ചൊടിപ്പിച്ചു. അങ്ങനെ 16 ഓഗസ്റ്റ് 1946 ജിന്ന ഡയറക്റ്റ് ആക്ഷൻ ഡേ തുടങ്ങാൻ തീരുമാനിച്ചു. അതായത് ഒരു മാസ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് കോൺഗ്രസ് ആൻഡ് ബ്രിട്ടീഷേഴ്സ്. ഇവരുടെ ഡിമാൻഡ് എന്നത് സെപ്പറേറ്റ് നേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാൻ. കൂടാതെ ഇവരുടെ തന്നെ പത്രങ്ങളിൽ ഇവർ ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഇൻസ്ട്രക്ഷൻസും നൽകിയിരുന്നു. ഇവരുടെ പ്ലാൻ എങ്ങനെയായിരുന്നു? ബംഗാളിന്റെ പല ഭാഗത്തു നിന്നും ഈ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇറങ്ങുകയും തുടർന്ന് കൽക്കത്തയിലെ ഷാഹിദ് മിനാറിൽ ഒത്തുകൂടുകയും പിന്നീട് അവിടെ നിന്ന് റാലി ആരംഭിക്കുകയും ചെയ്യും. ഇമർജൻസി സർവീസ് ഒഴികെ മറ്റൊന്നും അന്നുണ്ടാകാൻ പാടില്ല. കൂടാതെ ഗവർണർ ഓഫ് ബംഗാളിനോട് പറഞ്ഞ് അവർ അന്ന് പബ്ലിക് ഹോളിഡേയും ഡിക്ലെയർ ചെയ്യിക്കുന്നു. എന്നാൽ കോൺഗ്രസ് ഈ ഒരു സമരത്തെ അംഗീകരിച്ചില്ല. അവർ കടകൾ തുറപ്പിച്ചു. ഇങ്ങനെ ഇവർ ചെയ്തില്ലാത്ത പക്ഷം അവരും മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാകും. അതുകൊണ്ടായിരുന്നു അവർ ഇങ്ങനെ ചെയ്തതെന്നാണ് അന്ന് അവർ പറഞ്ഞത്. അങ്ങനെ 1946 ഓഗസ്റ്റ് 16 എത്തുന്നു. ദ ഗ്രേറ്റ് ആക്ഷൻ ഡേ ഒരു കൽക്കത്ത കില്ലിംഗ് ഡേ ആയി മാറുന്നു. അടുത്ത 48 മണിക്കൂറത്തോളം കൽക്കത്ത ചോരക്കളമായി മാറുന്നു. പിന്നീട് എന്താണ്? ഈ ഒരു വാർത്ത രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പടർന്നു. പല കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളും തങ്ങളുടെ മരിച്ച ആളുകളുടെ എണ്ണത്തെ വളരെ എക്സാജറേറ്റ് ചെയ്താണ് പറഞ്ഞത്. എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. പല മുസ്ലിംസും ഹിന്ദുക്കളുടെ ജീവൻ രക്ഷിച്ചു. പല ഹിന്ദുക്കളും മുസ്ലിംസിന്റെയും. അതിന്റെ ഏറ്റവും പ്രധാന കാരണം മനുഷ്യരെ തിരിച്ചറിയാൻ കഴിയുന്ന പല ജനങ്ങളും അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. Numerous cases of Hindus sheltering Muslims and Muslims sheltering Hindus have come to light. But taken as a whole, the fear and distrust on both sides is intense. People are shifting from one quarter to another, but God knows if that is any solution. മറുവശത്ത് 20 ഫെബ്രുവരി 1947 ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഇന്ത്യക്ക് പൂർണ്ണമായും സ്വാതന്ത്ര്യം നൽകുന്നതിനെ പറ്റി സംസാരിക്കുന്നു.
അന്ന് അദ്ദേഹം പറഞ്ഞ ഡെഡ് ലൈൻ എന്നത് 3 ജൂൺ 1948 ആയിരുന്നു. പിന്നീട് അത് കുറച്ച് 15 ഓഗസ്റ്റ് 1947 ആക്കി മാറ്റി. കൂടാതെ ലാസ്റ്റ് വൈസ്രോയായി മൗണ്ട് ബാറ്റൻ ഇന്ത്യയിലെത്തി. 3 ജൂൺ 1947 ഇദ്ദേഹം പ്രസ് കോൺഫറൻസ് നടത്തുകയും പാർട്ടീഷന്റെ പ്ലാൻ അനൗൺസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനു പുറമെ 8 ജൂലൈ 1947 ബ്രിട്ടനിൽ നിന്നും റാഡ്ക്ലിഫ് ഇന്ത്യയിലേക്ക് എത്തുന്നു. ബംഗാളിന്റെയും പഞ്ചാബിന്റെയും ബൗണ്ടറീസ് വരയ്ക്കുക എന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ ജോലി. ഇതിന് ഇദ്ദേഹത്തിന് ലഭിച്ച സമയം വെറും 5 ആഴ്ച മാത്രമായിരുന്നു. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഇതിനു മുൻപ് ഇദ്ദേഹം ഈ പ്രദേശങ്ങൾ കണ്ടിട്ടില്ല, ഇന്ത്യയിൽ വന്നിട്ടില്ല. പാർഷ്യാലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫൈനലി 18 ജൂലൈ 1947 ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാകുന്നു. അങ്ങനെ ബ്രിട്ടൻ എന്ന സൂര്യൻ അസ്തമിച്ച് പാകിസ്ഥാൻ, ഇന്ത്യ എന്ന പേരിൽ 2 പുതിയ സൂര്യനുകൾ ഉദിക്കുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരതയാണ് പിന്നീട് നടന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ വീടും കുപ്പായവും ജീവനും എന്നേക്കുമായി നഷ്ടമായി. One day we were quite happy and in the evening we were made to just leave the house and walk. ബോർഡറിനപ്പുറത്ത് പുതിയൊരു ജീവിതം ആഗ്രഹിച്ചവരുടെ ജീവിതം എന്നേക്കുമായി ഇല്ലാതായി. ഒരു നേരത്തെ ആഹാരം പോലും അവർക്ക് ലഭിച്ചിരുന്നില്ല. Eating leaves of whatever crop they could lay their hands on, and also drinking water from the puddles on the ground because there was no other source of water. ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബ്രൂട്ടൽ പാർട്ടീഷൻ, ഏറ്റവും വലിയ മൈഗ്രേഷൻ. ശവങ്ങളായിരുന്നു ട്രെയിനുകളിൽ മുഴുവൻ. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കും, ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും. എത്ര സ്ത്രീകൾക്ക് നേരെയാണ് അതിക്രമണങ്ങൾ ഉണ്ടായത്? എനിക്ക് നിങ്ങളോട് പറയാൻ പോലും കഴിയുന്നില്ല എന്തായിരുന്നു അന്നത്തെ അവസ്ഥയെന്ന്. എത്ര പേരെ ജീവനോടെ കത്തിച്ചു, എത്ര പേരെ ചൂഷണം ചെയ്തു. അവരുടെ ജീവൻ രക്ഷിക്കേണ്ടവർ തന്നെ അവരെ പീഡനത്തിന് വിധേയമാക്കി. ഈ സംഭവങ്ങളെല്ലാം നടന്നത് മതത്തിന്റെ പേരിലായിരുന്നു. ഏത് മതത്തെയാണോ നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചത്, ആ മതത്തെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു വിഭജനം ഉണ്ടാവുകയില്ലായിരുന്നു, ഈ ഒരു ക്രൂരത കാണേണ്ടി വരില്ലായിരുന്നു. ഏത് സമാധാനമാണോ നിങ്ങൾ ആഗ്രഹിച്ചത്, എന്തിനാണോ നിങ്ങൾ പാകിസ്ഥാൻ രൂപീകരിച്ചത്, ഇതെല്ലാം വളരെ വലിയൊരു ഫെയിലിയർ തന്നെയായിരുന്നു. സമാധാനത്തിന് പകരം കൊടും ക്രൂരതയാണ് അന്നവിടെ ഉണ്ടായത്. നീണ്ട വർഷ കാലഘട്ടത്തിലേക്ക് വ്യത്യസ്തങ്ങളാർന്ന രാഷ്ട്രീയ നേതാക്കൾ മതത്തെ ഒരു ടൂളാക്കി സാധാരണക്കാരനെ ഉപയോഗിച്ചു. അതാണ് ഈ ഒരു പാർട്ടീഷന്റെ ഏറ്റവും പ്രധാന കാരണമായത്. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി. അടുത്ത തവണ രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നവനോട് രാജ്യത്തിനായി നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് തിരിച്ചു ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിയുമെങ്കിൽ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.